2014 ജനുവരി 14 BBC സൗത്ത് ഏഷ്യൻ കറസ്പോണ്ടന്റ് ആൻഡ്രൂ നോർത്ത് എഴുതിയ ലേഖനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലാളിത്യ മുഖമായാണ് അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിച്ചത്. വൈ ദ കെജ്രിവാൾ ഇഫക്റ്റ് ഈസ് ഗ്രോയിങ് എന്നെഴുതിയ കുറിപ്പിൽ ആം ആദ്മി രാജ്യത്ത് പുതിയ വസന്തമുണ്ടാക്കുമെന്ന് BBC ലേഖകൻ പ്രവചിച്ചു. കാലം ആം ആദ്മി പാർട്ടിയെ പിന്നീട് അതിന് സജ്ജമാക്കിയെന്നത് ചരിത്രം. പരമ്പരാഗത രീതിയും രാഷ്ട്രീയ മടുപ്പുകളും ഏറെ കണ്ട ജനത്തിന് AAP പുതുമയായി. കെജ്രിവാളിന് കീഴിൽ അവർ ഡൽഹി പിടിച്ചു, പഞ്ചാബിൽ ജയിച്ചു കയറി, ഹരിയാനയിലും രാജസ്ഥാനിലും വലിയ സാന്നിധ്യമായി. ഡൽഹിയിലെ അധികാര തുടർച്ചയിൽ വിരാജിച്ച AAPക്ക് പക്ഷേ BJPയുമായുള്ള പോരാട്ടം പിന്നീട് അത്ര എളുപ്പമായില്ല. ആ രാഷ്ട്രീയ പക വിനയായി. AAP നേതാക്കളുടെ ഭിന്നതയും കേസുകളിലകപ്പെട്ടതും തുടക്കത്തിൽ AAPയെ പ്രത്യയശാസ്ത്രപരമായി നയിക്കാൻ ഒപ്പം നിന്ന പല പ്രമുഖരുടെ പിൻവാങ്ങലും അണികൾ കണ്ടു. പിന്നീട് കേസുകളുടെ വരവായി. മദ്യനയ അഴിമതി കേസ് AAPയെ പിടിച്ചു കുലുക്കി. കെജ്രിവാളും മനീഷ് സിസോദിയയും അഴിമതി കേസിൽ ജയിലിൽ പോയത് ജനം അത്ഭുതത്തോടെ കണ്ടുനിന്നു. അഴിമതി വിരുദ്ധ പാർട്ടി ലേബലുള്ള AAPയെ സംശയത്തോടെ ജനം വീക്ഷിക്കാൻ പോലും ഈ കേസുകൾ കാരണമായി. BJP ശരിക്കും ഇത് ഉപയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കത് ഗുണം ചെയ്തു. സാധാരണക്കാരന് മനസ്സിലാകുന്ന അഴിമതി വിരുദ്ധ പോരാട്ട ശൈലിയാണ് AAP ശ്രദ്ധിക്കപ്പെടാൻ കാരണം. പതിവ് രാഷ്ട്രീയ ജാടകളോ ആഡംബരമോ ആടയാഭരണങ്ങളോ ഇല്ലാത്ത ശൈലിയിൽ അവർ രാഷ്ട്രീയത്തിൽ കളം നിറഞ്ഞു. എന്നാൽ ഈ ഇമേജ് കേസുകൾ ഇല്ലാതാക്കി. പക്ഷേ BJP സർക്കാർ കേന്ദ്ര ഏജൻസികളെ വെച്ച് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന വിമർശനം തെരഞ്ഞെടുപ്പിന് തൊട്ടരികെ നിൽക്കുമ്പോഴും AAPക്കുണ്ട്. എന്നാൽ ജാമ്യമില്ലാ ജയിൽവാസം വിധിച്ചത് കോടതിയല്ലേ എന്നതാണ് BJPയുടെ മറുവാദം. വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പല കാരണങ്ങളാൽ ഇരുപക്ഷത്തിനും നിർണായകമാണ്. ദേശീയ തലസ്ഥാനത്തിൻ്റെ ഭരണം കയ്യിലുണ്ടാകുക BJPക്ക് ഭരണക്രമം എളുപ്പമാക്കും. കെജ്രിവാൾ വാഴ്ചയെ അതോടെ ഉന്മൂലനം ചെയ്യാമെന്നും അമിത്ഷാ കരുതുന്നു. എന്നാൽ BJPക്ക് മുന്നിൽ കീഴടങ്ങാതിരിക്കലാണ് ആം ആദ്മിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതികാര പോരാട്ടമായി ഡൽഹി തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണവും മദ്യനയ അഴിമതി കേസും കെജ്രിവാളിനടക്കം ജയിലിൽ പോകേണ്ടി വന്നതും വലിയ വീഴ്ച തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ കോടികളുടെ നവീകരണമാണ് ഇപ്പോഴത്തെ പുതിയ വിവാദം. ശീഷ് മഹൽ വിവാദം BJPയുടെ വോട്ട് പ്രചരണത്തിൽ ശക്തമായി ഉന്നയിക്കപ്പെടുന്നു. മോദിയാണ് അതിന് തുടക്കമിട്ടത്. AAPയെ ആപ്ഡ സർക്കാർ എന്നാണ് മോദി വിളിക്കുന്നത്. ആപ്ഡ എന്നാൽ ദുരന്തം. വോട്ടെടുപ്പ് വരുമ്പോൾ മാത്രം ഹിന്ദുത്വ കാർഡ് ഇറക്കുന്ന ചുനാവി ഹിന്ദുവാണ് കെജ്രിവാൾ എന്നാണ് BJPയുടെ മറ്റൊരു പരിഹാസം. മറിച്ച് വോട്ട് സമയത്ത് മാത്രം മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന കശ്മീരി തൊപ്പി ധരിച്ച ചുനാവി മുസൽമാനായി അമിത്ഷായെ AAPയും അവതരിപ്പിക്കുന്നു. ആരോപണങ്ങൾ ധാർമ്മികമായി AAPയെ ക്ഷീണിപ്പിച്ചുവെങ്കിലും ED കേസിൽ അകത്തുപോയി തിരിച്ചുവന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചു പകവീട്ടിയ ജാർഖണ്ഡിന്റെ ഹേമന്ത് സോറനാകാനാകും കെജ്രിവാൾ ഇത്തവണ ശ്രമിക്കുക. കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയെന്ന ആരോപണം തെളിയിച്ച് രാഷ്ട്രീയ അഗ്നിശുദ്ധി തെളിയിക്കേണ്ടത് AAPയുടെയും കെജ്രിവാളിൻ്റെയും ആവശ്യമാണ്. അതിനവർക്ക് ഇത്തവണയും ജയിച്ചേ തീരൂ. കോൺഗ്രസ് അധികാരത്തിലിരുന്ന് കാലങ്ങൾ ഭരിച്ചിട്ടും ഇത്തവണ ചിത്രത്തിലേയില്ല ഡൽഹി തെരഞ്ഞെടുപ്പിൽ. ഇന്ത്യ സഖ്യമെന്നതും ചിത്രത്തിലില്ല. സഖ്യ പാർട്ടികൾ AAPയെ പിന്തുണയ്ക്കുന്നു. AAPയെ പരിഹസിക്കാൻ മോദി കണ്ടെത്തിയ ആപ്ഡ എന്ന വാക്ക് സത്യമാകുമോ തിരിച്ചടിക്കുമോ എന്നതാണ് ചോദ്യം. ഡൽഹിയിലേത് ആപ്ഡ സർക്കാരായിരുന്നോ എന്ന് ഫെബ്രുവരി 8 അറിയാം.